USA ആണ് എല്ലാ നഴ്സുമാരും പോകാൻ ആഗ്രഹിക്കുകയും ഓപ്പൺ ആയിട്ടിരുന്ന ഒരു സ്ഥലം. എല്ലാ എക്സാമും പാസ്സാവുമെങ്കിലും ഇവിടെ എൻ്റെ പേപ്പർ വർക്ക് മൊത്തവും തടസ്സമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഉടമ്പടിയിൽ പങ്കെടുത്തപ്പം അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത്, അച്ഛാ ലാസ്റ്റ് 18 years ഞാൻ US വേണ്ടി ട്രൈ ചെയ്യുന്നു, പക്ഷേ നടക്കുന്നില്ല, എനിക്കറിയത്തില്ല. അച്ഛൻ എന്നെ ഒന്ന് നോക്കി, ഇങ്ങനെ നോക്കിയിട്ട് തോന്നു, കണ്ണടച്ച് ഇങ്ങനെ കാണിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഉടമ്പടി എടുത്ത് വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ മാതാവ് പറയുന്ന ഒരു ലെറ്റർ എഴുതുക US എംബസിയിലോട്ട്. എൻ്റെ ഉള്ളിൽ എന്താണോ പറയുന്നേ അത് വെച്ച് ഞാൻ എഴുതുകയാണ്. ഞാൻ എൻ്റെ 20 വയസ്സുകളുള്ളപ്പോൾ, ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് 18-19 years ഉള്ളപ്പോൾ ഞാൻ ട്രൈ ചെയ്ത ഒരു സ്വപ്നമാണ് എൻ്റെ US മൈഗ്രേഷൻ. ഇപ്പോൾ അത് കഴിഞ്ഞു 10 വർഷം കഴിഞ്ഞു, 15 വർഷം കഴിഞ്ഞു, ഓൾമോസ്റ്റ് 18 years. ഐ എം ഇൻ മൈ early 40s. ഇപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് ഇതെനിക്ക് തരുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും തടസ്സങ്ങളിൽ എന്നെ കൊണ്ടുപോകുന്നു? എൻ്റെ മോൾ 12th കഴിഞ്ഞു, അവൾക്കൊരു യൂണിവേഴ്സിറ്റി കയറണമെങ്കിൽ നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി തന്നാൽ കൊച്ചിന് അവിടെ പഠിക്കാം. ഇത്രയും 2 റീസൺ എഴുതി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഈ ലെറ്റർ സെൻഡ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് ദ മെസ്സേജ് ബാക്ക്. മൈ ലെറ്റർ ഗോട്ട് അക്സെപ്റ്റഡ് ബൈ ദ US എംബസി. അത് അക്സെപ്റ്റ് ചെയ്യുകയും എനിക്ക് ഇൻ്റർവ്യൂ എത്രയും പെട്ടെന്ന് തരാൻ വേണ്ടിയിട്ട് US എംബസിയിലോട്ട് അവർ എൻ്റെ പേപ്പർ വർക്ക് അയക്കുകയും ചെയ്തു. എനിക്കൊരു ടൈം മെഷീനിൽ കയറിയിരിക്കുന്ന ഫീലായിരുന്നു. പിന്നെ ഓരോ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മെഡിക്കൽ വരുന്നു, ഇൻ്റർവ്യൂ വരുന്നു. എൻ്റെ ഉടമ്പടി തീരുന്നതിന് 90 ദിവസത്തിന് മുൻപായിട്ട് എനിക്കും എൻ്റെ ഹസ്ബൻഡും എൻ്റെ പിള്ളേർക്കും US ഗ്രീൻ കാർഡ് അപ്രൂവായി ഞങ്ങളുടെ വീട്ടിൽ വന്നു. എൻ്റെ മാതാവ് എൻ്റെ മുന്നിൽ കൂടെ നടന്ന് എന്നെ ആ രാജ്യത്ത് കൊണ്ടുപോവുകയായിരുന്നു. USA ആണ്